സോറി, ഞാൻ ലേറ്റ് ആയോ? ഇല്ല, രൂപ ഒന്ന് കാർ എടുക്ക. നരകത്തിലേക്കാ മക്കളെ മൂന്നിന്റെയും പോക്ക്. ഈ ഭൂമിയിൽ സുസ്മിതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന 3 ജീവൻ ഞാനങ്ങ് തന്നേക്കോ യമദേവ. സന്തോഷത്തോടെ സ്വീകരിച്ച് രസീത് ഇങ്ങ് തന്നേക്കണം. ഏട്ടാ, അവരൊക്കെ എത്തിയിട്ടുണ്ട്. തെക്കുംകൂർ കോവിലകത്തെ ഗോപിയങ്ങളും അമ്പാലിക കുഞ്ഞമ്മയും ഒപ്പം ഏട്ടന്റെ ആളും ഉണ്ട്. റോഷ്നി, എന്ത് ഭംഗിയാന്നറിയാം ആ കുട്ടിയെ കാണാൻ. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെയുണ്ട്. ഈ ഏട്ടൻ എന്താ ഒരു ഉത്സാഹം ഇല്ലാത്തതുപോലെ? ഇപ്പോഴും ആ പ്രീതിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണോ? അവളെ വിട ഏട്ടാ. വിഷം അവള് നമ്മുടെ അമ്മയെ ജയിലിൽ കയറ്റിയവളാ. ഏട്ടന് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം വേണ്ടേ? ഏട്ടൻ സമ്മതിച്ചിട്ടാട്ടോ അമ്മ ഈ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചത്. ജാതക പൊരുത്തം വരെ നോക്കി. ഇനി ഇതിന്ന് മാറാനാവില്ല. ഏട്ടൻ മര്യാദയ്ക്ക് താഴേക്ക് വന്നേ. ചിത്രേ, ദേ വരുന്നു. ഏട്ടാ, ഒന്ന് പെട്ടെന്ന് താഴേക്ക് വന്നേക്കണേ. ചിത്രേ, ദേ വരുന്നു. എങ്ങോട്ടാ പോട്ടെ? വസുമതി ആന്റിയുടെ വീട്ടിലേക്ക്. വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഹൈവേയിലേക്ക്. എന്താ പ്രീതി ഇത്? ഞാൻ എന്തിനാ ശാലിനി ജീവിക്കുന്നത്? അങ്ങനൊന്നും ചിന്തിക്കാതെ പ്രീതി. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. എന്നാലും അർജുനേട്ടൻ വിവാഹത്തിന് സമ്മതിച്ചില്ലേ ശാലിനി? എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അത്? അർജുനേട്ടന് പ്രാണനാ പ്രീതിയെ. എന്താ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. അർജുനേട്ടൻ വേറൊരു പെണ്ണിനൊപ്പം ജീവിക്കുന്നത് കാണാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പൊട്ടത്തരം പറയാതെ പ്രീതി.
രോഹിത് കുറച്ചുകൂടി പെട്ടെന്ന് പോവാവോ? ആ ഓക്കെ. വേഗം 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 പോ. എന്തു പറ്റി രോഹിത്? ഒന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞു. ഒന്നും പറ്റില്ലല്ലോ? ഇല്ല നമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പ്രീതി, ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല. എന്ത് പറ്റിയതാ രോഹിത്? ടയർ ഊരി തെറിച്ചു ശാലിനി. അയ്യോ, അതെങ്ങനെ? അതാ എനിക്കും മനസ്സിലാവാത്തത്. രാവിലെ വണ്ടി കഴുകുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തതാ. പിന്നെങ്ങനെ? അല്ല, നിങ്ങൾ അത്യാവശ്യമായിട്ട് എവിടെ പോവല്ലേ? ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടെ. വേണ്ട രോഹിത്, ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ അതിൽ പോയിക്കോളാം. പിന്നെ കാറിന്റെ പ്രോബ്ലം ശരിയാക്കിയിട്ട് ഞങ്ങളെ വന്ന് പിക്ക് ചെയ്താൽ മതി. ശരി. ശരി, വാ പ്രീതി. അർജുന് മനസ്സിലായി കാണുമല്ലോ ഞങ്ങളെയൊക്കെ. ഞാൻ ഗോപികൃഷ്ണൻ. തെക്കങ്കൂർ കോവിലകത്തിന്റെ ഒരു തായ് വഴിയായിട്ട് വരും. ഇന്നത്തെ കാലത്ത് അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ലോ വസുമതി. എന്നാലും ജന്മഗുണം പാരമ്പര്യം എന്നൊക്കെ പറയുന്നതില് ചില കാര്യങ്ങളുണ്ട് ഗോപിയേട്ടാ. തറവാടികളാണെങ്കിൽ അഭിമാനം വിട്ട് കളിക്കില്ല. ചായ എടുക്കൂ. അവിടെ വെച്ചേക്ക് മോളെ. അമ്പാലിക പറഞ്ഞതാ കാര്യം. ഇവന്റെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് ഞാൻ കുറെ അനുഭവിച്ചതല്ലേ. അതെല്ലാം ഒഴിവാക്കി വിട്ടല്ലോ അല്ലേ? പിന്നല്ലാതെ. ആ. ഇനി അവളുടെ നിഴല് പോലും വീഴില്ല ഇവിടെ. ശാലിനി, നമ്മൾ ഒരുപാട് വൈകിപ്പോയെന്ന് എന്റെ മനസ്സ് പറയുന്നു. അകന്ന് നിന്നാലും അർജുനേട്ടൻ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. അതെല്ലാം വെറുതെ ആയി. ഇനി വരാനുള്ളത് അനുഭവിച്ചേ പറ്റൂ. ഇല്ല പ്രീതി, ഒന്നും ഉണ്ടാവില്ല. ഇവന്റെ ജീവിതത്തിലെ
വലിയൊരു ഗ്രഹപ്പിഴ ഒഴിഞ്ഞു എന്ന് തന്നെ കരുതാം. ആദ്യ വിവാഹ ബന്ധം നീണ്ടു നിൽക്കില്ല എന്ന് ജാതകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഹാ, തടസ്സൊഴിയാൻ ഒരു വാഴക്കല്യാണം നടത്തി നിങ്ങൾ കരുതിയാ മതി. ഇവന് അവളോട് വലിയ മമതയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ശേഷിയില്ലാത്ത പെണ്ണാണോ? അത് ന്യായോ അവസ്മതി കുഞ്ഞമ്മേ? നിങ്ങളുടെ പരമ്പര നിലനിൽക്കണ്ടേ? അതെല്ലാം സഹിച്ചു, പൊറുത്തു. അന്തസ്സും തറവാടിത്തോണ്ടോ? അതുമില്ല. അതെങ്ങനാ? പലിശക്കാരിയുടെ മകളല്ലേ? അന്തസ്സും തറവാടിത്തവും പണം കൊടുത്ത് വാങ്ങാൻ പറ്റുമോ വസുമതി കുഞ്ഞമ്മേ? പണത്തിന്റെ കാര്യത്തിലും ഞങ്ങൾ പിന്നോട്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവളെ ഒറ്റ മോളാ. ഞങ്ങൾക്കുള്ളതെല്ലാം ഇവൾക്കുള്ളതാണെന്ന് ചുരുക്കം. സ്വത്തിന്റെയും പണത്തിന്റെയും കണക്കെടുത്താൽ സത്യഭാമയേക്കാൾ 1 രൂപ കൂടുതലേ വരൂ. അർജുൻ എന്റെ മോളെ ഇഷ്ടപ്പെട്ടോന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. IAS-ഉം IPS-ഉം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിട്ട് ദിവസവും എത്ര ആലോചനകളാ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? പക്ഷെ ഞങ്ങള് തറവാടിത്തം കൂടെ നോക്കി. വേറൊന്നുകൂടി പറയണമല്ലോ. കല്യാണത്തിന് മുമ്പ് പെണ്ണ് ചെറുക്കന്റെ വീട്ടിലേക്ക് വരുന്നത് കുറച്ചിലല്ലേ എന്ന് അമ്പാലിയേക്കൊരു സംശയം. പക്ഷേ അത് വേണമെന്ന് നിർബന്ധം പിടിച്ചത് ഞാനാ. നമ്മളല്ലല്ലോ, പെണ്ണല്ലേ അവള് ജീവിക്കേണ്ട വീടും ചുറ്റുപാടും ഒക്കെ കണ്ടിരിക്കേണ്ടത്. നന്നായി ഗോപേട്ട. എന്നിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ വീടും ചുറ്റുപാടും ഒക്കെ? വീടും ചുറ്റുപാടും ഒക്കെ ഇഷ്ടപ്പെട്ടോന്നല്ല അമ്മേ ചോദിക്കേണ്ടത്. അതവളുടെ മുഖം കണ്ട അറിയില്ലേ? ചുമ്മാ ഇരിക്കാമോ? ചേച്ചിക്ക് നാണോ എന്ന് തോന്നുന്നു. അങ്ങനെയാ അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ള കുട്ടികള്. ചേച്ചി വന്നേ, ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. വീട് കാണാൻ വേണ്ടി മാത്രമൊന്നുമല്ല കേട്ടോ. അർജുനെ നേരിട്ടൊന്ന് കാണാൻ വേണ്ടി അവിടെ കിടന്ന് കയറ് പൊട്ടിക്കായിരുന്നു ഇവള്. ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു കുറ്റമല്ല ഗോപേട്ടാ. അവൾ ഒരു പാവമാ. കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് പേര് അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. ആരുടെ മുഖത്ത് അവൾ നോക്കിയിട്ടില്ല. പറഞ്ഞതുപോലെ ഒരുപാട് ആലോചനകൾ വന്നെങ്കിലും ഒന്നിനോടും താല്പര്യവും കാട്ടിയിട്ടില്ല. പക്ഷേ അർജുന്റെ ഫോട്ടോ കണ്ടപ്പോ മുതല് എന്തോ ഒരു എന്റെ മോൾ ഒരുപാട് സ്വപ്നം കണ്ട് വസുമതി. ഇനി ഇതിലൊരു തടസ്സം ഉണ്ടാവരുത്. അമ്പാലിക ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ നിമിഷം മുതൽ വേണമെങ്കിലും റോഷിനിയെ അർജുന്റെ ഭാര്യയായി താമസിപ്പിക്കുന്നതിൽ എനിക്ക് ഒരു വിയോജിപ്പുമില്ല. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടെറസൊക്കെ? വേറൊന്നും സംസാരിച്ചുറപ്പിക്കാനില്ലല്ലോ. ജാതകപ്പൊരുത്തമൊക്കെ നോക്കിയതല്ലേ, ഇനിയിപ്പോ വേറെന്താ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. ഓ, മനസ്സിലായി. ഞങ്ങളുടെ കോവിലകവും അതിരിക്കുന്ന ഭൂമിയും കൂടി ഒരു 25 കോടി മതിപ്പ് വിലയുണ്ട്. കല്യാണം കഴിഞ്ഞാലുടൻ അതിന്റെ നേർപകുതി അവിടെ പേരിൽ എഴുതി വെക്കും. 12.5 കോടിയോ? പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. 1 കോടി രൂപ. കൊണ്ടുപോയി ആറ്റിലൊഴുക്ക് സത്യഭാമേ, നിന്റെ 1 കോടി ഉലുവ. ബിസിനസ് പാർട്ണർഷിപ്പും ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ വേറെ.
അർജുന് കാർ ഏതാ വേണ്ടതെന്ന് നേരത്തെ പറഞ്ഞേക്കണം. ഇപ്പൊ ബുക്ക് ചെയ്താലേ കല്യാണ സമയത്ത് കിട്ടൂ. കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് തന്നെയാ ഗോപിയേട്ടാ നല്ലത്. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ. ആദ്യം ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സമാധാനം പറയും. ആരാ വസുമതി അത്? അർജുനേട്ടൻ താലി കെട്ടിയ പെൺകുട്ടി പ്രീതി. ഓ, അപ്പോ നീ ശാലിനി അല്ലേ? എടി കൊച്ചേ, നിന്റെ ഈ അവതരണ രീതിയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അർജുൻ പുതിയ ഏതോ ഒരു പെൺകുട്ടിയെ വിശേഷമാക്കിയെന്ന. ഇവളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വസുമതി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ആ ബന്ധം തകർന്നതെന്നുൾപ്പെടെ. ഈ കല്യാണം എങ്ങനെയെങ്കിലും നീ മുടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്റെ ഈ വിദ്യകളൊന്നും അമ്പാലികയുടെ അടുത്ത് ചെലവാവില്ല മോളെ. അർജുനേട്ടാ, നീ പറഞ്ഞല്ലോ അർജുന്റെ ഭാര്യയെന്ന്. എന്നാലേ ആധാർ കാർഡിൽ നടക്കം നിന്റെ സകലവിധ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്നും അർജുൻ ശങ്കറിന്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. ദേ, ആ നിൽക്കുന്ന പെൺകുട്ടിയാ ഇന്നു മുതൽ അർജുൻ ശങ്കറിന്റെ ഭാര്യ. ആ സാരി ഉടുത്തിരിക്കുന്നവളാ പ്രീതി. അർജുനേട്ടൻ വീണുപോയതിൽ കുറ്റം പറയാൻ പറ്റില്ല. പുറമേക്കുള്ള പകിട്ടൊക്കെ ഉള്ളൂ. അമ്മയെ ജയിലിൽ കയറ്റിയവളാ. പ്ലീസ് ആന്റി, സ്വബോധത്തോടെ ഒന്ന് ചിന്തിക്ക. ഡിവോഴ്സ് ആവാതെ എങ്ങനെയാ ഈ കല്യാണം നടത്തുന്നത്? അതും ഒരു അഡ്വക്കേറ്റിന്റെ. അതെ, ഞങ്ങളൊന്നും അത്ര മണ്ടന്മാരല്ല വെച്ചേ. ഡിവോഴ്സ് കിട്ടിയിട്ട് തന്നെ കല്യാണം നടത്തൂ. മ്യൂച്വൽ പെറ്റീഷനിൽ ഡിവോഴ്സ് കിട്ടാനാണോ വലിയ ബുദ്ധിമുട്ട്? അതും ഒരു അഡ്വക്കേറ്റിന്. അർജുനേട്ട ഒന്നും പറയാനില്ലേ? നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയായി നിൽക്കുന്ന. എന്നിട്ട് പിന്നെ എന്തിനാടി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തത്? അമ്മേ, ആ സാഹചര്യത്തില് എന്ത് സാഹചര്യം അടി? ഡിവോഴ്സ് പെറ്റീഷനിൽ കൂളായിട്ട് ഒപ്പിട്ട് തന്നിട്ട് ഇപ്പൊ മുന്നേ വന്നെന്ന് മോങ്ങുന്നോ? ആന്റി പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കാൻ ഒന്നുമില്ല. എന്റെ മോന് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാവരുത്. അത് മാത്രം ഇവളുടെ ലക്ഷ്യം. കാര്യങ്ങൾ ഞാൻ മുമ്പേ തന്നെ ഇവരോട് പറഞ്ഞത് എത്ര നന്നായി. ഇതുപോലത്തെ ഓലപ്പാമ്പൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാകത്തില്ല വസുമതി. അർജുനേട്ടാ, ഞാൻ ഈ കാണിച്ചതൊക്കെ അഭിനയമാണെന്ന് അർജുനേട്ടന് തോന്നുന്നുണ്ടോ? അർജുനേട്ടന് നെഞ്ചത്ത് കൈവച്ച് അങ്ങനെ പറയാൻ സാധിക്കൂ?
എന്നേക്കുമായി അർജുനേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ ഞാൻ